ഞാനിപ്പോൾ ഇതിന് വെച്ചിട്ട് 2 കൊല്ലമായി. എനിക്കൊരു ആനുകൂല്യമുണ്ട്. ഇതിനകത്ത് കിഡ്നി നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്ക് എല്ലാവരും സഹകരിക്കണം. ഇത് 2 വർഷമായി കല്യാണം കഴിച്ചിട്ട് 1 വയസ്സത്തെ ഒരു കുഞ്ഞുണ്ട്. അസ്സലാമലൈക്കും. നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഷഹീൻ കെ മൊയ്തീനാണ്. ഒരു നാടിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ അപേക്ഷിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഈ മുറ്റത്തേക്ക് ഒഴുകിയെത്തിയിട്ട് തങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ദയാനന്ദൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവന് വേണ്ടിയിട്ട് നമുക്ക് നേരെ കൈകൾ നീട്ടുമ്പോൾ ആരും മുഖം തിരിച്ചു പോകാതെ നിങ്ങളുടെ കയ്യിലുള്ളത് കൊടുത്തിട്ട് ഈ ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് കൂടി ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ഏറെ വേദനയോട് കൂടിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ദയാനന്ദന്റെയും വിദ്യാശ്രീയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷം മാത്രമായിട്ടുള്ളൂ. 1 വയസ്സുള്ള മോനാണ് കൊടുക്കുന്നത്. വിഹാൻ എന്നാണ് മോന്റെ പേര്. സന്തോഷകരമായ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് എല്ലാ സന്തോഷവും സമാധാനവും തകർത്തുകൊണ്ട് വിധിയുടെ വലിയ പരീക്ഷണം പോലെ ദയാനന്ദൻ കിഡ്നി രോഗം പിടിപെടുന്നത്. അപ്പോൾ ആഴ്ചയിലെ 3 ഡയാലിസിസ് ചെയ്തിട്ടാണ് ജീവൻ നിലനിർത്തി പോരുന്നത്. എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഈ വീട്ടിൽ ആരും, ഈ സഹോദരി ഉൾപ്പെടെ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉള്ളതിൻ്റെ കൊണ്ട് തന്നെ പുറത്തുനിന്ന് കിഡ്നി സ്വീകരിക്കേണ്ട വലിയൊരു വിഷമാവസ്ഥയിലാണ് ഈ കുടുംബം ഉള്ളത്. നമ്മളിലാണ് അവസാന പ്രതീക്ഷ. കാരണം ഈ നാടിന് മുഴുവൻ ഏറെ പ്രിയപ്പെട്ടവനായ, ഒരു ദുശ്ശീലങ്ങളും ഇല്ലാത്ത ദയാനന്ദന് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും, എല്ലാവരും ഈ നാട്ടുകാരൻ മുഴുവൻ ഒഴുകിയെത്തിയിട്ട് നമുക്ക് നേരെ കൈകൾ നീട്ടുമ്പോൾ ആരും മുഖം തിരിച്ചു പോകരുത്. എല്ലാവരും സഹായിക്കണം. ഇവിടെ ബഹുമാനപ്പെട്ട സ്ഥലം MLA നെല്ലിക്കുന്ന് സാഹിബിന്റെയും ഇപ്പം ബദിയടക്ക പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒക്കെ നേതൃത്വത്തിൽ ആ കമ്മിറ്റിയിൽ ക്രിസ്ത്യൻ പുരോഹിതന്മാരുണ്ട്, മഹല്ല് ഭാരവാഹികളുണ്ട്, ഇവിടുത്തെ തന്ത്രിമാരുണ്ട്, ക്ഷേത്ര തന്ത്രിമാരുണ്ട്, എല്ലാ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുണ്ട്. ഇവിടുത്തെ നാടിന്റെ സ്പന്ദനമായ ഈ നാട്ടിലെ 10-15 ക്ലബ്ബുകളുണ്ട്, അതിന്റെ പ്രവർത്തകർ എല്ലാവരും ഉണ്ട്, സഹോദരിമാരുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ബദിയടക്ക പഞ്ചായത്തില് 14-ാം വാർഡില് ചുക്കിനടുക്കായി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കുടുംബം താമസിക്കുന്നത്. ഇപ്പൊ ഇവരുടെ 2 പേരുടെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നുണ്ട്, ഇവരുടെ ഈ സഹോദരിയുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. കഴിയാവുന്നവരെല്ലാവരും മാക്സിമം ഒരു 10 പേർക്കെങ്കിലും വീഡിയോ അയച്ചു നൽകണം, അപേക്ഷയാണ്. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഉള്ളത് ഞാൻ പ്രതിദാനം ചെയ്യുന്ന കാസർഗോഡ് അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ബദിയടുക്ക പഞ്ചായത്തിലെ ചുക്കിനടുക്ക എന്ന സ്ഥലത്താണ്. ചുക്കിനടുക്കയിലെ ശ്രീ ദയാനന്ദന്റെ വീട്ടിലാണുള്ളത്. കഴിഞ്ഞ 1 വർഷമായി കടുത്ത വൃക്കരോഗം മൂലം വളരെയധികം പ്രയാസം ശ്രീ ദയാനന്ദൻ അനുഭവിക്കുകയാണ്. സമൂഹത്തിലെ എല്ലാ മനുഷ്യ സ്നേഹികളുടെയും സഹായമാണ് പാവപ്പെട്ട ദയാനന്ദനും അദ്ദേഹത്തിൻ്റെ അമ്മയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒക്കെ പ്രതീക്ഷിക്കുന്നത്. നമ്മളെല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട, മനുഷ്യത്വമുള്ള ദയയുള്ള എല്ലാ ആളുകളും കനിയേണ്ട ഒരു അവസരമാണ് ഇത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ദയാനന്ദനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. എൻ്റെ പേര് ശാന്തതാണ്. അപ്പോൾ ചുക്കിനടുക്കയിൽ താമസിക്കുന്ന ദയാനന്ദ അവരുടെ ചികിത്സാ ധനസഹായത്തിന് നമ്മളെല്ലാവരും ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടുകാർ മൊത്തം അവർക്ക് സഹായിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ഞാൻ മായിൻ കേളോട്ട് ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ജാതി, മതം, നിറം, രാഷ്ട്രീയം എല്ലാം മറന്നുകൊണ്ട് ഈ പ്രദേശത്തെ ചുക്കിനടുക്കയിലെ ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു അഭ്യർത്ഥന നടത്തുകയാണ്. ഈ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഒരു 100 രൂപയെങ്കിലും ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾ തന്ന് സഹായിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. Father Ritesh Rodriguez. I am parish priest of St. Thomas the Apostle Church, Kolangana. We all have come to help without irrespective of our religion, our caste and culture. I also request you to help him financially and pray for his good health. And we are all with him in this difficult time. Thank you. ചുക്കിനടുക്ക ഭജനാമൃതത്തിൻ്റെ പൂരിസ്വാമിയാണ്. എല്ലാവരും നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് അവൻ്റെ ആ ജീവിതം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് നിങ്ങളോട് വിനീതമാണ്. ഞാൻ രവീഷ് തന്ത്രി കുണ്ടാർ. ഏകദേശം ഒരു 40 ലക്ഷം റുപ്യ ചിലവ് വരുന്ന ആ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മുഴുവൻ ആൾക്കാർ കൂടി
സഹായം ചെയ്ത് അവർ നല്ല കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ശ്യാം പ്രസാദ് ഈ വാർഡ് മെമ്പറാണ്. ഈ വീഡിയോ കണ്ട ആൾക്കാർ ദയാനന്ദൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി എല്ലാവരും സഹായിക്കണം, എല്ലാവരും ഇനി ഷെയർ ചെയ്യണം. മാത്രമല്ല അവർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും മുമ്പോട്ട് വരണമെന്ന് ಈ ಅವಸರದಲ್ಲಿ പറയും. ಸರ್ವಿಸ್ ಮ್ಯಾನ್ ಈಶ್ವರ ಭಟ್ ಕಾಕುಂಜ ಈಶ್ವರ ಭಟ್ ಅಂದರೆ ಎಲ್ಲರೂ ಸೇರಿ ಆದಷ್ಟು ಬೇಗ ಇದು ಕಲೆಕ್ಷನ್ ಆಗುವ ಹಾಗೆ ಮಾಡಿದರೆ ಅವನ ಆರೋಗ್ಯ ಬೇಗ ಒಳ್ಳೆಯದಾಗಲಿಕ್ಕೆ ಅವನು ಬೇಕಾದ ಟ್ರೀಟ್ಮೆಂಟ್ ತಗೊಳ್ಳಿಕ್ಕೆ ಸುಲಭ ಆಗ್ತಿದ್ದು ಅವನು ಬೇಗ ಗುಣಮುಖದ ನಾವು ಎಲ್ಲರಿಗೂ ಅವನಿಗೆ ಧೈರ್ಯ ತುಂಬಬೇಕು ಅಂತೇಳಿ ನನ್ನ ಪ್ರಾರ್ಥನೆ. പ്രിയ സുഹൃത്തുക്കളെ, നാട്ടിലെയും പുറനാട്ടിലെയും സുഹൃത്തുക്കളും അയാളെ സഹായിച്ചിട്ട് അയാളുടെ ആ കിഡ്നി ട്രാൻസ്പ്ലാന്റ് അത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അയാൾക്ക് നടത്തി കിട്ടാൻ വേണ്ടതായ സഹായം നൽകണമെന്ന് വിനീതമായി നമ്മളെല്ലാവരും ಅಭ್ಯರ್ಥಿಸುತ್ತೇವೆ. ಈ ದಯಾನಂದನಿಗೆ 2 ಕಿಡ್ನಿ ವೈಫಲ್ಯವಾದ್ದರಿಂದ ತಾವೆಲ್ಲರೂ 40 ಲಕ್ಷದ ಮೊತ್ತವನ್ನು ಸಂಗ್ರಹಿಸುವ ಜವಾಬ್ದಾರಿ ನಮ್ಮ ಸಮಿತಿ ಮೇಲಿದೆ. ಆದ್ದರಿಂದ ಇದನ್ನು ನೋಡಿದಂತಹ ಎಲ್ಲ ದಾನಿಗಳು ಸಣ್ಣ ಸಣ್ಣ ಮೊತ್ತವನ್ನು ನೀಡಿ ದಯಾನಂದನ ಚಿಕಿತ್ಸೆಗೆ ನೆರವಾಗಬೇಕಾಗಿ ತಮ್ಮೆಲ್ಲರಲ್ಲಿ ಕಳಕಳಿಯ വിനಂತಿ. എൻ്റെ പേര് പ്രജ്വൽ. ഞാൻ ചുക്കനടുക്ക ക്ഷമ ക്ലബിൻ്റെ ഭാരവാഹിയാണ്. നമ്മുടെ നാട്ടുകാരനും പ്രിയ സുഹൃത്തുമായ ദയാനന്ദയെ എല്ലാവർക്കും കഴിയുന്ന പോലെ എല്ലാ സഹായം ചെയ്തു നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ನಾನು ಮಧುಚಂದ್ರ ಮಾನ್ಯ. ನಮ್ಮ ಕ್ಲಬ್ಬಿಂದ ಆಗುವಂತಹ ಎಲ್ಲ ಧನ ಸಹಾಯವನ್ನು ಸಂಗ್ರಹಿಸಿ ನಾವು ಸಹ ಈ ಒಂದು ಸಹಾಯ ನಿಧಿಗೆ ಅವರೊಂದಿಗೆ ಪಾಲ್ಗೊಂಡು ನಾವು ಆದಷ್ಟು ಅವನಿಗೆ ಬೇಕಾಗಿ ಹಣ ಸಮೂಹ ಮಾಡಲಿಕ್ಕೆ ಬೇಕಾಗಿ ನಾವು ಸಹ ಪ್ರಯತ್ನಿಸ್ತೇವೆ. അഡീഷണൽ ICDSൻ്റെ അംഗനവാടി വർക്കറാണ്. ബദിയടുക്ക പഞ്ചായത്ത് പട്ടാച്ച എന്ന അംഗനവാടിയിലാണ് ഞാൻ വർക്കാതെ. എല്ലാവരും ഷെയർ ചെയ്തിട്ട് നല്ല രീതിയിൽ എല്ലാവരും 10 രൂപയെങ്കിൽ 10 രൂപ തന്നിട്ട് എല്ലാവരും ദയാനന്ദനെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ മഹേഷാണ്. എല്ലാവരും സഹായിച്ച് ഈ ദയാനന്ദനെ മറുജീവം കൊടുക്കണമെന്ന് നമ്മളെല്ലാം വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദയാനന്ദ സമിതിയുടെ കൺവീനറാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാവരും ഈ ദയാനന്ദന് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി സഹായധനം നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.